ജീവിതത്തിൽ എല്ലായ്പ്പോഴും പുതിയ വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോ നിമിഷത്തിലും പുതിയ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും വരുന്ന പുതിയ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ വിഷമമുള്ളതുണ്ടാകും, നമുക്ക് തീരെ വെറുപ്പുണ്ടാക്കുന്നതുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് വല്ലാത്ത റിഗ്രറ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം, ദുഃഖമുണ്ടാക്കുന്ന സംഭവങ്ങളിലൂടെ എന്തിലൂടെ വേണമെങ്കിലും കടന്നു പോകാനുള്ള സാധ്യത ഈ ജീവിതത്തിൽ എല്ലാ നിമിഷത്തിലും ഉണ്ട്. അവിടെ നമ്മൾ ഈ വിഷയങ്ങളെയെല്ലാം തന്നെ ചുമന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജീവിതം എത്രത്തോളം ദുഷ്കരമായിരിക്കും. ഒരു മാറ്റത്തെ അംഗീകരിക്കാനായിട്ടുള്ളൊരു ശേഷി നമ്മളിലുണ്ട് എന്ന് കരുതുക. നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളുടെ ആ ഒരു സുഖം, അതെത്ര തീവ്രത കൂടിയിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ഇതും ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതിലൂടെ ഞാൻ ഒരു പ്രത്യേക തരത്തിലുള്ള മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്, ആ മാറ്റം അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്, ഇത് പ്രകൃതി നിശ്ചയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്ന തരത്തിൽ ഓരോന്നിനെയും അംഗീകരിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ ജീവിതത്തിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഉള്ളാലെ ഒരു തണുപ്പ് നമുക്ക് എല്ലായ്പ്പോഴും ആസ്വദിക്കാനായിട്ട് സാധിക്കും, അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പലതും നമുക്ക് താങ്ങിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയങ്ങളുണ്ട്. ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നമ്മൾ സ്വയം ദുരന്തങ്ങൾ, ട്രാജഡികൾ, അല്ലെങ്കിൽ നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അല്ലെങ്കിൽ വേദനകൾ എന്നൊക്കെ പറയുന്നതിനെ വാസ്തവത്തിൽ നമുക്കുള്ളിൽ താങ്ങിക്കൊണ്ട് നടക്കാൻ താല്പര്യമില്ല, പക്ഷെ നമ്മൾ അറിയാതെ അതും താങ്ങിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഓരോ വിഷയത്തെയും നമുക്ക് ഒഴിവുള്ള സമയത്തൊക്കെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപുള്ള സമയമാണ്. ആ സമയത്ത് ഈ വിഷയങ്ങളെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ജസ്റ്റ് ഓർത്തെടുക്കുന്നു, അതൊക്കെ ഒന്നൊരു പേപ്പറിൽ എഴുതി വെക്കുന്നു. എഴുതി വെച്ച് നമ്മൾ തന്നെ അതിനെ കാണുകയാണ്. നമ്മൾ തന്നെ എഴുതിയിട്ടുള്ള ഒരു വിഷയത്തെ നമ്മൾ കാണുമ്പോൾ എൻ്റെ വിഷയത്തെ ഞാൻ പുറത്ത് കാണുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. അതായത് എന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ ആ ഒരു പ്രത്യേക പ്രശ്നത്തെ കാണുകയാണ്. അപ്പോൾ തന്നെ അവിടെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നു, എൻ്റേതല്ലാത്തത്. മറ്റേത് ഞാൻ ഈ പ്രശ്നം അല്ലെങ്കിൽ എൻ്റെ മാത്രമായിട്ടുള്ള ഈ ദുഃഖം എന്ന് പറയുന്നതിനെ ഞാൻ പുറത്ത് കാണുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു വിടുതൽ സംഭവിച്ചിരിക്കുന്നു. പിന്നെ അത് മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് അത് കത്തിച്ച് കളയുകയോ കീറിക്കളയുകയോ ഒക്കെ ചെയ്യുക. ഇത് സാധാരണഗതിയിൽ വല്ലാത്ത പിരിമുറുക്കൊക്കെ അനുഭവിക്കുന്നവർക്ക് സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴികളാണ്. ഇങ്ങനെ എഴുതി കത്തിച്ച് കളയുകയോ കീറിക്കളയുകയോ ഒക്കെ ചെയ്യുക. ഇത് ചെയ്യുന്ന സമയത്ത് മനസ്സിലിങ്ങനെ സങ്കല്പിക്കണം, ഈ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിൽ നിന്നും എന്നേക്കുമായിട്ട് ഇല്ലാതാവുകയാണ്. ഇത് കത്തിത്തീരുന്നതോടെ എന്തായാലും പ്രശ്നം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ വീണ്ടും ആ ഒരു പ്രശ്നത്തിൽ പൂർത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോകാനായിട്ട് അനുവദിക്കാതെ ഞാൻ വീണ്ടും അതിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നു. അതാണ് എനിക്ക് ഒഴിവാക്കേണ്ടത്. പ്രശ്നത്തെ അല്ല ഞാൻ ഒഴിവാക്കുന്നത്, പ്രശ്നത്തിന് ശേഷം ഞാൻ വീണ്ടും തുടർന്ന് അനുഭവിക്കുന്ന പിരിമുറുക്കത്തെയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പ്രതീകാത്മകമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എഴുതുന്നു, അത് പുറത്ത് കാണുന്നു, വായിക്കുന്നു, പിന്നെ അത് കത്തിച്ച് കളയുന്നു. അതേസമയം മനസ്സിൽ സങ്കല്പിക്കുന്നു, ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും കത്തിയെരിഞ്ഞു പോയിരിക്കുന്നു. ഈ ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശീലിക്കൂ. ഓരോ ദിവസവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അന്നന്നത്തെ വിഷയങ്ങൾ അന്നന്ന് തന്നെ പരിഹരിച്ചു പോകാനായിട്ട് സാധിച്ചാൽ അത്രയും നല്ലതല്ലേ. എന്തായാലും ഇത് വളരെ നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കും. എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടിരിക്കും കേട്ടോ. താങ്ക് യു.